അപ്പോൾ നിങ്ങളെ എക്സാമിന് ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വെറും 1 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ആദ്യം 4 പെൻറ്റഗൺ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചിട്ട് നമുക്ക് പെൻറ്റഗണൽ വരക്കാം. ദെൻ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഒരു സർക്കിൾസ് അടയാളപ്പെടുത്താം. ഈ ഒരു സൈഡിൽ സ്ക്വയർ വരക്കാം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും സ്ക്വയർ വരക്കാം. ഇവിടെ സർക്കിൾ വരക്കാം. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്യാം. ഈ 2 സ്ക്വയറിന്റെ തമ്മിൽ നമുക്ക് ബോണ്ട് രേഖപ്പെടുത്താം. ഫസ്റ്റ് ട്രിപ്പിൾ ബോണ്ട്, ദെൻ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ഫസ്റ്റത്തെ ട്രിപ്പിൾ ബോണ്ട് ഗ്വാനിനും സൈറ്റോസിനും തമ്മിലായിരിക്കും. സെക്കൻഡ് ഡബിൾ ബോണ്ട് അഡിനിനും തൈമിനും തമ്മിലായിരിക്കും. നെക്സ്റ്റ് വരുന്ന സമയത്ത് ഈ സൈറ്റോസിനെ നമുക്ക് ഇവിടെ എഴുതാം, ഗ്വാനിൻ ഇവിടെ ആയിരിക്കും, ദെൻ തൈമിൻ ഇവിടെ എഴുതാം, അഡിനിൻ ഇവിടെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യം ഒരു പെൻറ്റഗണിൽ വരക്കാം, സർക്കിൾ വരക്കാം, സ്ക്വയർ വരക്കാം. ഇപ്പുറം സൈഡിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരക്കാം. അവരെ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. 4 നൈട്രജൻ ബേസുകൾ അടയാളപ്പെടുത്തി കൊടുക്കുക. താങ്ക് യു.